മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളൊന്നൊരു പുതിയ താർ എടുക്കാൻ വേണ്ടി പോവാണ്. എവിടെ ഇടും ഇനി വണ്ടി? എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു. ആ ഗാവു ചില കാര്യങ്ങളൊക്കെ നമ്മ പറയാൻ വേണ്ടി ശ്രമിച്ചു വരുന്നുണ്ട്, പക്ഷെ പൂർത്തിയാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ നല്ല കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ ബാബുവാ, ബാബു ആവു. വേറെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പറ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് താറ് വാങ്ങാനൊന്നും അല്ല പോന്നെ. പിന്നെ മൃദുലയുടെ ചേച്ചിയും ചേട്ടനും ഒരു പുതിയ താർ റോക്സ് എടുത്തായിരുന്നു ഗൈസ്. അപ്പം അതിന്റെ ഡെലിവറി ഒക്കെ ഓൾറെഡി കഴിഞ്ഞ് പിന്നെ അത് നമ്മളിവിടെ വന്നായിരുന്നു. നമ്മള് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ റോക്സ് ഓടിക്കുന്നത്. അങ്ങനെ താർ റോക്സ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ആരാ ഓടിക്കണേ? മൃദുല മുരുകൻ. പുതിയ വണ്ടി, എന്തിനാ ഈ റിസ്ക്? അല്ല, ആ ഒരു ധൈര്യം ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. പുതിയ വണ്ടി എടുത്തിട്ട് മൃദുലയ്ക്ക് കൊടുക്കാനുള്ള ഒരു ധൈര്യം. ഇന്നലെ എന്റെ അടുത്തും പറഞ്ഞത് ഇടിക്കട്ടെ സാരമില്ല, നീ ഓടിച്ചോളാം. പക്ഷെ അത് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ ഒരു സ്പിരിറ്റ് പറഞ്ഞു കേട്ടോ. പിന്നെ തന്നിട്ടില്ലല്ലേ? അങ്ങനെ മൃദുല ഡ്രൈവ് ചെയ്യാണ് സുഹൃത്തുക്കളെ. മൃദുല എങ്ങനെയുണ്ട് വണ്ടി? ബാക്കില് വണ്ടി ഇങ്ങനെ ലൈനാട്ടോ. അസംബ്ലിക്ക് പിള്ളേര് പോകുന്ന പോലെ മൃദുല 30-30 30. ഞാനും ആദ്യമായിട്ടോ ഇവിടെ സ്റ്റാർ റോക്സിൽ കയറണേ. സ്റ്റാർ 3 ഡോർ ഓടിച്ചിട്ടുണ്ട്, റോക്സ് ആദ്യമായിട്ടോ. അടിപൊളിയാട്ടോ. തമ്പുരോ, ഹലോ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ പുതിയ വെഹിക്കിൾ. ഇനി അടുത്ത ട്രിപ്പ് ഒക്കെ അങ്ങോട്ടാ? കൺഗ്രാറ്റ്സ്. അടുത്തൊരു മൈൽ സ്റ്റോൺ, അടുത്തൊരു കാറ്. ഇനി അടുത്ത അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ അങ്ങോട്ടാ? അതെ, മോഡിഫിക്കേഷൻ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കൊള്ളാം കേട്ടോ. ഞാനാ വണ്ടി ഓടിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാറില്ലല്ലേ? ഞാൻ പറയാ ആ സാധനം ഇച്ചിരി കൊണ്ട്. ഇല്ല മൃദുല വണ്ടി എന്നെ ആരും പറയില്ല. വണ്ടി ഊട്ടിയിലെ കുതിരയാ മൃദുല. അത് എങ്ങോട്ടില്ല. മൃദുല എങ്ങനെയൊക്കെ തോണ്ടി വിളിച്ചാലും മൃദുല നമ്മളെ മുഖത്ത് നോക്കില്ല. ഞാൻ ഇടയ്ക്ക് മൃദുല അടുത്ത് പറയും, മൃദുല വൈപ്പർ ഇടാൻ പോലും അവള് ഞാൻ ഇട്ട് കൊടുക്കണം. ഞാൻ സൈഡിൽ ഇരുന്ന് വൈപ്പർ ഇട്ട് കൊടുക്കണം. നെഞ്ചിന് ഒരു കട്ട തീയല്ലേ? എനിക്ക് ആ തീ കിട്ടുന്നുണ്ട്. എനിക്ക് ലൈസൻസ് ഉള്ളതിന്റെ എന്നാലും നേരത്തെക്കാട് ഒരുപാട് ഭേദമായി. എന്നാലും പുതിയ വണ്ടി അതെ. നമുക്ക് മെല്ലെ ഒതുക്കിയാലോ? ചെറുക്കൻ കരയുന്നു. ആ സൈഡിലോട്ടൊന്ന് ഒതുക്കിക്കോ. മീറ്ററിലൊക്കെ നമുക്ക് ക്യാമറ കാണിക്കേ. ആ കറക്റ്റ്. ബ്രേക്കിങ്ങിൽ മൃദുല കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഞാൻ എപ്പോഴും പറയും, മൃദുല ബ്രേക്ക് കിട്ടുമ്പോ ഒന്ന് മയത്തി ചവിട്ടണേ. നീ ഓടിച്ചിട്ടോ? നീ ഓടിച്ചിട്ട് സൂപ്പറാണ്. ഞാൻ ഓടിച്ചിട്ടല്ല, അല്ല മൃദുല ഇത്ര ഓടിച്ചില്ലേ? പുതിയ വണ്ടി ആകുമ്പോഴേ ആ ഒരു ടെൻഷൻ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഗ്രൗണ്ട് കിട്ടും. ഗ്രൗണ്ടി മൃദുല പുരിയാ. വേറെ വണ്ടികളില്ലല്ലോ. ഓടിക്കും. പിന്നെ ചെറുക്കന്റെ കാര്യമുള്ളൂ. ഇത്രയും നേരം കരച്ചില്ലല്ലായിരുന്നോ? വണ്ടി നൈസാണ്. സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആണ്. ആണല്ലേ? എനിക്ക് തോന്നി അടിപൊളിയില്. ചെലവ് ചെയ്തില്ല. എന്താ വേണം? നിങ്ങൾ വണ്ടി പിന്നെ വന്നാ മതി. കോഴിമുട്ട നീ പുഴുങ്ങി തിന്നാ മതി. കോഴിമുട്ട ഇഷ്ടല്ല കേട്ടാ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണോ? നീ എന്തിനാ ഞങ്ങൾക്ക് കോഴിമുട്ട തരുന്നേ? എനിക്കുണ്ടടി. തിരിച്ചു പറയാൻ ഇവിടെ ആളുണ്ടടി, പക്ഷെ ആർക്കും മനസ്സിലാവത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് അത് നമ്മള് പൊളിച്ച് പണിഞ്ഞിട്ടുണ്ട്. ഞാനും കണ്ടിട്ടൊന്നുമില്ല, പോയി കാണണം. സെറ്റായിട്ട് പണിഞ്ഞ് എനിക്ക് തോന്നുന്നു ടയറും വീലൊക്കെ എന്തൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ പറയണം. അപ്പൊ എന്തായാലും പോയി നോക്കണം. ഇന്ന് ആദ്യം നമുക്ക് തെമ്മലെ പോണം. ഇന്ന് എനിക്ക് ഹെവി ഡ്യൂട്ടിയാ. ഇനി ഇവിടുന്ന് നേരെ തെമ്മലെ പോണം. തെമ്മലെ പോയിട്ട് മൃദുല ചേച്ചിയും അമ്മയും, മൃദുല ചേച്ചിയല്ല സോറി, മീനു ചേച്ചി പിന്നെ പിള്ളേര് അമ്മ എല്ലാരും പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ കൊല്ലത്ത് അവരുടെ നമ്മ കൊല്ലത്ത് പോണം. കൊല്ലത്ത് പോയിട്ട് കാറിന്റെ
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിലും നമ്മൾ തമ്മിലെപ്പോ അല്ല തിരിച്ചു വീട്ടിൽ വരും. അതാണ് നമ്മുടെ പ്ലാൻ. ഇവനൊക്കെ വണ്ടി ഭ്രാന്ത് കാണൂ വലുതാവുമ്പം വണ്ടി. ഇപ്പഴേ ഉണ്ട്. അവ ഇപ്പഴേ സ്റ്റിയറിംഗ് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ നീ? ഓ അത് പറഞ്ഞപ്പോഴേ എടുത്ത് വെച്ച്. അതാ നിങ്ങളൊക്കെ മാസായിരിക്കും. 2 പല്ലാണ് മുയൽ. താഴെ ഒരു പല്ല് പോലും വരുന്നില്ല. ഒരു പല്ല്. പിന്നെ എന്തോ ഇരിപ്പുണ്ടോ അവിടെ? ഇറങ്ങാം. പോവാം. ആ അയ്യോ ഗൈസ്, മൃദുല ആദ്യമായിട്ടാണ് ഹീൽ ഇട്ട് ഞാൻ കാണുന്നത്. സൂപ്പർ. പിന്നെ ആ എന്റെ അത്ര നമ്മളമ്മ എത്ര ഹൈറ്റിന് വ്യത്യാസമുണ്ട് ഗൈസ് ഹൈറ്റിന്. ഞാൻ ഒന്നും ഇട്ടില്ലട്ടോ, ഞാൻ വെറും കാലം നിൽക്കുവോ? അല്ല രാവിലെ സ്കോർ ചെയ്യുന്നതാണ് ഞാൻ നിന്നെ കളിയാക്കിയത്. ഇതെന്തോന്നാ ഇത്? ഇതെന്തുവാ? കൊറിയനാണോ? ആ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ടായിരുന്നു. ഒരു കൊറിയൻ പെങ്കൊച്ചിട്ട് സൂപ്പർ ആയിരുന്നു. ആ ഇത് കൊള്ളാം. ആ കൊള്ളാടി, രസമുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇല്ലേ അമ്പു? ഓ നിങ്ങൾ രണ്ടുപേരും ഒരേ കളറല്ലേ, ഞാൻ ഇപ്പോഴേ ശ്രദ്ധിക്കുന്നു. പാന്റ് നിക്കറോ? രാവിലെ എന്തോ അടിച്ചേ. അപ്പൊ നമുക്ക് ഇറങ്ങാം. നമ്മളിപ്പം തന്നെ ലേറ്റ് ആയി. 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തത്. ഇപ്പൊ 12 മണിയായി. ഗൈസ് കഴിക്കാനുള്ള ഫുഡ് നമ്മളെല്ലാം പ്രീ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രൂട്ട്സ് ഇല്ലേടി? ഫ്രൂട്ട്സ്, അമ്പൂട്ടിനുള്ള ഫുഡ്. മൂക്കി കയ്യേറാ, മൂക്കിന്ന് കയ്യേറാ. നീ പോയി പാട് പോകാനാണ് പറഞ്ഞത്. അച്ഛന് ടാറ്റ ടാറ്റ. മഴ പെയ്ത് Let's go to Tamala. നമ്മൾ രണ്ടും ചായാമിച്ചെടുത്തകളാകുമ്പോ വെള്ളയും നീലയും വെള്ളയും നീലയും വെള്ളയും നീലയും നമ്മൾ രണ്ടും കപ്പിള. നമ്മളെ കപ്പിള് ഇല്ലടോ ബൊമ്പളെ. കപ്പളല്ല പൊക്കിള്. ഞാനും അമ്പുവാ കോമ്പോ. അതിന് അമ്പൂന് നമ്മളെ കുറച്ച് ഡൽഹി ഡ്രസ്സുകൾ ഇറക്കണം. അടുത്ത ഒരു പെങ്കൊച്ച് വരട്ടടേ. ആമിയാട്ടോ ഇവന്റെ കോമ്പോ. ഇന്ന് പിള്ളേരെ കാണാൻ പിള്ളേരെ അന്ന് തന്നെ ഇവ ഉറങ്ങി എഴുന്നേറ്റുന്നപ്പോഴേ അവര് വന്നേ. ആ ഗേറ്റിന്റെ വെളിയിൽ അവരുടെ സൗണ്ട് കേട്ടതും ഞാൻ അവനെ കണ്ടേ. കണ്ണും തള്ളിക്കൊണ്ട് ഒരു ഒറ്റ ഓട്ടം. അവിടുന്ന് ആമി വന്നതും അങ്ങനെ അമ്പൂട്ടാന്ന് പറഞ്ഞോണ്ടാ വന്നേ. അവരുണ്ടേലും ഭയങ്കര കളിയും ഭയങ്കര കെട്ടിപ്പിടുത്തവും തൊടലും. അങ്ങനെ വീഴുകയും ചെയ്യും. രണ്ടോളം കൂടെ കെട്ടിപ്പിടിച്ച് തളയി വീഴുകയും ചെയ്യും. ഇവിടെ ഒരാള് അപ്പിയിട്ട് ഇപ്പൊ ഭയങ്കര മടിയാ. കുളിക്കുന്നതും അപ്പി മാറ്റുന്നതും ഡ്രസ് ഇടുന്നത്. ഇത്രയും നേരം അവിടെ കുത്തിയിരിക്കുവായിരുന്നു. കാരണം എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം ആക്കി വെച്ചേക്കുമെന്ന് അവൻ അറിയാം. എന്റെ അടുത്ത് വന്നാൽ ഞാൻ മാറ്റുമെന്ന് അവൻ അറിയാം. പേടി അപ്പിമാരി ബാബാ ബാബാ ഇത്രയും നേരം ഞാൻ എന്റെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുക. ഇപ്പഴല്ലേ മടി? ഇപ്പൊ ഭയങ്കര മാറ്റി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ പറ്റത്തില്ലല്ലോ. ഡ്രസ് ക്രീമൊക്കെ ഇടുന്നതിന്റെ പാടുണ്ട്. പുറകെ ഇവന്റെ പുറകെ ഓടണം കഴിച്ച് ചെറുക്കൻ. ഇപ്പം ബലവും കൂടിയല്ലേ നമ്മൾ പിടിച്ചാൽ നിക്കത്തില്ലേ, പൊളഞ്ഞു പോകും. എവിടെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പാമ്പേഴ്സ് ഇടാൻ പറയും. അയ്യോ ഞാൻ എത്ര നേരം എടുത്ത് പറയും വിടുന്നു, ചെറുക്കൻ ഇരിക്കൂല.
എന്നിട്ട് ഇപ്പൊ സംസാരിക്കണ്ടേ? പിള്ളേരെ ആരെങ്കിലും കെട്ടാൻ പോരും. നീ ഒന്നി ഇറങ്ങി പോണേ പോ. എനിച്ചിറങ്ങാം. മുട്ടായി തരാം. ടാറ്റാ. ബൈ ബൈ. ഉഴുപ്പല്ലടി മൊത്തം. മുട്ടായി തിന്നും. പൊടി പൊടി നീ പൊടി പൊടി ഓടാ പൊടി. അപ്പോ പ്രൊട്ടക്ട് ചെയ്യണ ചുമ്മാ ഇരിക്കാനാ. അവന് കളിയായത്. അവൻ ഇതൊരു രസം. അങ്ങനെ നമ്മൾ തെമ്മളിയിൽ വന്നു. തെമ്മളിയിൽ നമ്മൾ എന്നും വണ്ടി പാർക്ക് ചെയ്യുന്ന വീട്ടിൽ ഇതേ വേലി ഇട്ടു. വണ്ടി ഇപ്പൊ നിൽക്കുന്നുണ്ടോ? ഈ ബമ്പ് കൂടി കയറുമ്പം തട്ടി എന്ന് പറഞ്ഞു കേട്ടോ. വണ്ടി കയറുന്നേ വണ്ടി നിറഞ്ഞു കിടക്കുക. അയ്യോ ഇനി വന്നു കഴിഞ്ഞാൽ തിരിക്കാനൊക്കെ പാടാണ് കേസ്. ഇവിടെ വേലി ഇട്ടു. ഇവിടെ ഒരു കമ്പി ഇട്ടേക്കുക. വൻ ടാസ്കാ വണ്ടി തിരിക്കാൻ. ഇല്ലേ അമ്പുക്കുട്ടി? അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അപ്പൊ പുതിയ താറൊക്കെ എടുത്തോണ്ട് എല്ലാരും ബ്ലാക്ക് ആട്ടോ. ഇത് കണ്ടിട്ടാണോ ചോദിക്കുന്നത്? എല്ലാം അറിയാല്ലേ. ഇന്നോവയാണോ? ടൊയോട്ട. ഇത് കുറച്ച് എന്തര് കൊറോളെ ചേച്ചി സെറ്റല്ലേ വണ്ടി? അവരെല്ലാരും ബ്ലാക്കും ബ്ലൂങ്കുവാ. മൃദുല മൊത്തം സ്ലിപ്പറേ ആണല്ലോ ഇന്ന്. മൃദുല എന്ത് പറ്റിയ മക്കളെ? നമ്മള് തമ്മളെ വന്നേ പിന്നെ ഈ മഴ തോന്നിട്ടില്ല. സത്യം കേട്ടോ. നിർത്താതെ ഏഷ്യക്ക് 25-26 ഇട്ട് തണുത്ത് പറയും ചെറുക്കനൊക്കെ. പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല. ഞാൻ കുറച്ച് ടെറർ. ഞാൻ കൊച്ചനല്ലേ? ടെറർ കൊച്ചനാവണം. കൊച്ചൻ നീയത് നീ എന്തോടി വിളിച്ചത്? നീ ഇല്ല അക്കിയെ വിളിച്ചത് ടെറായപ്പോ പേടിയാ. ഒരു ഭയങ്കര സ്നേഹം കൈസ് രണ്ടുപേരും. ഒരു ഉമ്മ കൊടുത്തേ. അറബാണോ ഉറുദു ആണോ സംസ്കൃതമാണോ? ഇത് വണ്ടി കറങ്ങുന്നതിന് പകരം ഇവിടെ ആള് കറങ്ങുവാണേ ഗൈസ്. ഇവിടെ കാറ് ഡെലിവറി എടുക്കാൻ വന്നേ കേട്ടോ. വണ്ടി കിട്ടാൻ ഡിലേ ആവും. അതിന്റെ കാരിയറും കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ട്. സോ ഇവിടെ മിക്കവാറും അതിന് മുമ്പ് ഇവിടെ പൊളിച്ചെടുക്കും. എന്തു വാടി മൃദുലേ? ഇതിലും ഭേദം ചേട്ടൻ വണ്ടി എടുത്തൊക്കെ തെമ്മലൊക്കെ വരുന്നായിരുന്നു. അതായത് നല്ലതാ. സമയനെ 10 ചേച്ചി 11 മണി. ഇന്ന് രാവിലെ എന്നെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞേ, എടാ 11 മണിക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 1 മണിയാകുമ്പോൾ തെമ്മല എത്തണം. 4 മണിയാകുമ്പോൾ നീ കൊല്ലത്ത് വരണം. നമുക്ക് വണ്ടി ഡെലിവറി എടുക്കണം. ഇപ്പൊ സമയം 11 മണിയായി. 1 മണിക്ക് പശുവിനെ കറപ്പിച്ച് 2 മണിക്ക് ആൾക്കാർക്ക് പാല് കൊടുത്തു. ഇവിടെ വന്നത് എല്ലാരും ഇവിടെ പോസ്റ്റ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വണ്ടി ഇപ്പൊ എത്തും. അതല്ല മീനി ചേച്ചി എപ്പോഴാ വരാൻ പറഞ്ഞേ? 1 മണിക്ക്. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് പോസ്റ്റ് കൊടുക്കുന്നത്. അതല്ല ചെരുപ്പിട്ടേക്കുന്നത്. ചെരുപ്പ് അവനെ കൊണ്ടുപോവാ. അവ അങ്ങനെ നടക്കുന്നത്. ഇവിടെ വീഡിയോ എടുക്കുമെന്ന് തോന്നുന്നു. നമ്മള് ചെരുപ്പ് വാങ്ങിക്കുമ്പോ ഓടുന്നു. നമ്മളെ വേഗം അവർക്ക് പറഞ്ഞുവിടാൻ പറ. അതാ നശിപ്പിക്കുകയാണ് കേസ് ഇവിടെ. അതൊക്കെ ഇവിടെ കിടന്ന് നല്ല സെറ്റായിട്ട് കിടന്നു. സെറ്റിയൊക്കെ ഏണ കോണ ബാക്കിലുണ്ട്. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഗൈസ് ഇനി നമുക്ക് കഴക്കൂട്ടം പോയാൽ. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട്. 1 മണി കഴിയും. ഇനി ഇത് കഴിഞ്ഞ് 2 വണ്ടി കൂടെ കഴിഞ്ഞിട്ടാണ്. അല്ലല്ല ഈ വണ്ടി കഴിഞ്ഞ് ഒരു വണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കും. ഈ വണ്ടി കഴിഞ്ഞ് അടുത്ത നമ്മളെ വണ്ടി കയറും. വണ്ടി സെറ്റായി ഗൈസ്. ഫൈനൽ ലുക്ക് അടിപൊളി. ഞാനും കണ്ടു, വാഷിങ്ങിനിടയിൽ കണ്ടു. സെറ്റ് ലുക്കായി കേട്ടോ വണ്ടി സെറ്റായി. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ റെഡിയായി. അങ്ങനെ എത്ര മണി? 1 മണി 12 മണിയായപ്പോൾ ഞാൻ 8 മണിയാ സമയം പറഞ്ഞ. പക്ഷെ രാവിലെയാണോ രാത്രിയാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ കൺഗ്രാറ്റ്സ് നേരത്തെ പറഞ്ഞു, എന്നാലും വീഡിയോയിൽ പറഞ്ഞില്ല. കൺഗ്രാറ്റ്സ്, ഹാപ്പി മോട്ടറിങ്. അങ്ങനെ പുതിയൊരു താരം കൂടി ഫാമിലിയിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
പുതിയ താർ. എന്തുകൊണ്ട് താർ? വൈ താർ ചൂസ് ചെയ്തു? താർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം. പണിയാൻ വേണ്ടി മാത്രം. ഏതൊരു വണ്ടി പ്രേമിയുടെ ആഗ്രഹമാണ് വണ്ടി എടുത്തിട്ട് അവനവന്റെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുന്നത് എല്ലാ വണ്ടി പ്രാന്തന്മാരുടെയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഇനി അത് സാധിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഒരുപാട് വണ്ടികൾ എടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. അതെ, എന്ത് അപ്പോ റിവീൽ ചെയ്യാം. തുടങ്ങാം. ഗൈസ്, അപ്പം ഇതാണ് വണ്ടിയുടെ ഫൈനൽ ലുക്ക്. അടിപൊളി കേട്ടോ. കുറെ പണികൾ ചെയ്തിട്ടുണ്ട്. അനുചേട്ടാ വാ. പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തു. അത് മാത്രമല്ല 2 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ പണിയും, സമയം 12 മണിയായി, എന്നാലും 2 ദിവസം കൊണ്ട് എല്ലാം നമുക്ക് ബുക്കിംഗ് ത്രൂ ഉള്ളു കേട്ടോ വർക്ക്. അതെ അതെ. പക്ഷെ നമുക്ക് പറഞ്ഞ എല്ലാ സംഭവം എല്ലാം ഈ ഗ്ലാഡിങ് ഇതൊക്കെ അടിച്ച് പെയിന്റ് ഒക്കെ അടിക്കുന്നത്, ഇതെല്ലാം പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നത്, ഇതൊക്കെ ഒരുവിധം 3 ദിവസം പിടിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താഴെ കമന്റ് ചെയ്യുക. അപ്പം ഓവറോൾ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ടയറും അന്ന് ഞാൻ വന്നപ്പോഴേ പറഞ്ഞ് വേറെ എന്ത് ചെയ്താലും ടയറും വീലും ആദ്യം മാറി വണ്ടിയുടെ ലുക്കേ മാറുമെന്ന്. നമ്മളിപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന സൈഡ് ഗാർഡിങ്സ് ഫുള്ള് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ മിററും അങ്ങനെയുള്ള മിറർ മാറിയില്ലേ? ഞാൻ മിറർ ശ്രദ്ധിച്ചില്ല. മിറർ മാറി. ഓക്കെ. പിന്നെ ഇവിടെ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, മേല് കാരിയർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ ഒരുപാട് അടുത്ത് തിരക്കിയായിരുന്നു. ഭയങ്കര പാടാ. അതായത് 40 ദിവസം അടുത്ത് നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട്. 40 ദിവസം ബുക്കിംഗ് വരുന്നുണ്ട്. അത് പിന്നെ ആ മൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല ടൈം പിടിക്കുന്നുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതും കിട്ടാൻ നല്ല ഇതാണ് കേട്ടോ ടയർ ആൻഡ് വീല്. 19 ഇഞ്ചാണ് സ്റ്റോക്ക് വരുന്ന. 18 ഇഞ്ച് ടയർ ആൻഡ് വീല് അല്ലേ? വീല് കുറച്ച് ഓഫ് റോഡ് വീല് ഇതാക്കിയതാണ്. പിന്നെ ബമ്പർ നമ്മളെ മറ്റേ ഇതിന്റെ അല്ലേ, നമ്മുടെ റാംഗ്ലറിന്റെ പല വരുന്നുണ്ട് കേട്ടോ, മെറ്റലിന്റെ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ബമ്പർ. ഇതാണ് കുറച്ചുകൂടി സേഫ്. നമ്മളൊരു കറക്റ്റ് റാംഗ്ലറിന്റെ ബമ്പറും ആ റുബിക്കോന്റെ സെയിം ഗ്രില്ലും ഫ്രണ്ട് ഫേസ് സെയിം ഒരു റാംഗ്ലർ ടൈപ്പ് ആക്കി. വണ്ടി ഫ്രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. രാത്രി ഒന്നും ഇടരുത് കേട്ടോ. മറ്റേ മൂടി ബ്ലാക്ക് കവർ വരുന്നുണ്ട്. അപ്പം സേഫ് ആയിട്ട് എതിരെ വരുന്ന വണ്ടികൾ നമ്മൾ മാനിക്കണം ഗൈസ്. സോ ഇവിടെ ഇത് അത് മോൾ പാനൽ എന്ന് പറയും. ഇവിടെ നമുക്കിനി ഇത് ആക്ച്വലി ഒരു ബേസ് ആണ്. ഇതിനകത്ത് നമുക്കിനി വേണമെങ്കിൽ ജെറി ക്യാൻ മൗണ്ട് ചെയ്യാം, മറ്റേ ഡീസലൊക്കെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ വേണമെങ്കിൽ സാൻഡ് ലാഡർ മൗണ്ട് ചെയ്യാം. നമ്മൾ ഇവിടെ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ടയർ കയറി വരാനായിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഇവിടെ മൗണ്ട് ചെയ്യാം. നമ്മൾ യൂഷ്വലി എല്ലാവരും ബോക്സിൽ ലാഡർ വയ്ക്കുന്നത്. അപ്പം ചേട്ടനാണെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു മോൾ പാനലിലോട്ട്. എല്ലായിടത്തും ഡിഫൻഡർ ബോക്സാ. അപ്പോൾ അതും ലാഡറും അല്ലേ. അപ്പോൾ ലാഡറിന് പകരമാണ് മറ്റേ നമ്മൾ മേളിൽ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ റിവ്യൂലൊക്കെ കഴിഞ്ഞു. അവര് കുറച്ച് റീൽസ് ഷൂട്ട് പരിപാടിയൊക്കെ വണ്ടി സെറ്റായി. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ മൂഡ്. ഒരു ടയറും ഇതെല്ലാം കൂടി വന്നപ്പോൾ വണ്ടി ഒരു നല്ല സൈസായി, നല്ലോണം പണിഞ്ഞിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താറ് ചില വണ്ടികളുണ്ട് അത് പണിഞ്ഞാൽ ഭയങ്കര രസമാണ്. താറ് അങ്ങനത്തെ ഒരു വണ്ടി. പക്ഷെ ഇതിലും 3 ഡോർ ഉണ്ടല്ലോ, 3 ഡോർ ഇതിലും പൊളിയാണ്. പണിത ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഇതൊരു ബാക്കിൽ കുറച്ച് നീളമല്ലേ, പക്ഷെ ഇതും ഒരു രക്ഷയില്ല. ഫാമിലി യൂസിന് താർ റോക്സേ പറ്റൂ, 3 ഡോർ പറ്റത്തില്ല. പക്ഷെ എനിവേ പൊളി കേസ്, ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യട്ടോ. അടിപൊളി. ഞാൻ പ്രതീക്ഷയിൽ അടിപൊളിയാ അല്ലേ? സത്യം എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു വണ്ടി. അവനും ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി? ഓടി ഓടി എന്തേലും ചോദിച്ചാ അപ്പൊ ഓടും.
അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ വണ്ടി? എങ്ങനെയുണ്ടമ്മ വണ്ടി? വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ഇഷ്ടപ്പെട്ടു. ആവശ്യമില്ലാത്ത കുറെ ലൈറ്റുകളൊക്കെ വെച്ചേക്കുന്നത്. അത് ശരിയാട്ടോ, ആവശ്യമില്ലാത്ത നിയമപ്രകാരം ലൈറ്റുകൾ പാടില്ല. അത് അമ്മായമ്മ പറഞ്ഞത്, ഞാനല്ല. ആവശ്യമില്ലാത്ത കുറെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് ശരി, ശരിയാണ്. കണ്ട റെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഷോ കാണിക്കാൻ മാത്രം ഓണാക്കി ഇടുക, അല്ലാത്തപ്പോ ഓഫ് ആക്കി ഇടുക. നമ്മൾ ചിലപ്പോ നമ്മൾ തന്നെ ചീത്ത വിളിക്കത്തില്ല എതിരെ വരുമ്പോ അവന്റെ ലൈറ്റും കൊണ്ട് വന്നേക്കുന്നു. ആ നമ്മളെ ഓക്കെ. അങ്ങനെ നമ്മളെ ആവൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. അടിപൊളി ഒരു ഡേ ആയിരുന്നു കേട്ടോ, ഇല്ലേ അമ്പോ? ഈശോയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? ആമി ചേച്ചി ഉമ്മ തന്നെ അക്കിച്ചേട്ടൻ്റെ കൂടെ കളിച്ച് തമ്പുടി ചേച്ചി എടുത്തോണ്ട് നടന്ന്. അപ്പൊ ഗൈസ് എന്തായാലും വണ്ടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോന്ന്. കിടന്ന് ഉറങ്ങട്ടെ, നാളെ കുറെ പരിപാടികളുണ്ട്. അടങ്ങി ഒടുങ്ങി കിടക്കണേ, 3 മണിയായി. ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ വെളുപ്പങ്കാലമായി. അല്ല വെളുപ്പങ്കാലം ആയില്ലേ, 3 മണി. അപ്പൊ അത്രയുള്ള ഗൈസ്. അപ്പൊ ഹോപ്പി ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ. വായിക്കുന്നു കഥ മാത്രം ഡാൻസും ഉണ്ട്.